എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ഇട്ടുകൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇട്ടുകൊടുക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ലൊക്കെ ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് വേണ്ടത് ചീരുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ 8-10ഓളം ചീരുള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ചീരുള്ളി നല്ലോണം വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ ഇതിലേക്ക് 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ 2 തക്കാളി ഒന്ന് അരച്ചെടുത്തതാണ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളിയുടെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടോളം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിൻ്റെ സ്മെല്ലൊക്കെ മാറി എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനും വലിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ചേർത്തെടുക്കേണ്ടത് പുളിയാണ്. അപ്പോൾ ചെറിയൊരു വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ തക്കാളി ഒഴിച്ചെടുത്തുകൊണ്ട് അധികം പുളിയുടെ ആവശ്യമില്ല, കുറച്ച് പുളി ചേർത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു തിക്കായിട്ടുള്ള കറിയായിട്ടാണ് കിട്ടേണ്ടത്. അധികം വെള്ളമില്ലാതെ ഗ്രേവി പോലെയുള്ള കറിയാണ്, അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് വെള്ളമൊക്കെ തിളച്ച് കിട്ടുവോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്, അപ്പോൾ ഒന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കണം. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അയല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്